വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് 20,000 മുതൽ 50,000 രൂപ വരെയൊക്കെ സുഖമായിട്ട് സമ്പാദിക്കാൻ കഴിയും കേട്ടോ. ഒരു തയ്യൽക്കാരനായിട്ടോ അല്ലെങ്കിൽ ഒരു തയ്യൽക്കാരിയായിട്ടോ എന്നതിലപ്പുറം വീട്ടിലിരുന്ന് എങ്ങനെ ഇതൊരു സൂപ്പർ ബിസിനസ്സാക്കി മാറ്റാൻ നമുക്ക് നോക്കിയാലോ. മിക്കവരും ചെയ്യുന്ന 3 തെറ്റ് കാരണമാണ് വലിയൊരു വരുമാനം തന്നെ എല്ലാവർക്കും നഷ്ടപ്പെടുന്നത് കേട്ടോ. ഈ ചെയ്യുന്നവർക്കൊക്കെ അതൊക്കെ എന്താണെന്നുള്ളതും ഇതിൽ എങ്ങനെ ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കാമെന്നും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കിയാലോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജാസ്ര ഡിസൈൻസ് ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഒന്നാമതായിട്ട് തന്നെ ചെയ്യേണ്ടത് നമ്മളൊരു പ്രത്യേക മേഖല തിരഞ്ഞെടുക്കുക. ഒരു സാധാരണ എല്ലാവരും ചെയ്യണ പോലെ തന്നെ ബ്ലൗസും ചുരിദാറും മാത്രം തയ്ക്കാതെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തേക്ക് മാത്രം നമ്മളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആ ഭാഗം സ്പെഷ്യലൈസേഷൻ ചെയ്യുക നമ്മൾ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കുട്ടികളുടെ വസ്ത്രങ്ങൾ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ഡിസൈനർ ബ്ലൗസ് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ വധുവിനുള്ള അതായത് ബ്രൈഡൽ വർക്ക് മാത്രം ചെയ്യുക. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരൊറ്റ കാര്യത്തേക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ അതൊരു വരുമാന മാർഗ്ഗമാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എല്ലതും ഒരുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഏതും ഇല്ലാത്തൊരു അവസ്ഥക്കാരുണ്ടാകുക. 2, സോഷ്യൽ മീഡിയയുടെ ശക്തി നമ്മൾ ഉപയോഗിക്കുക. യൂസ് സോഷ്യൽ മീഡിയ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വളരെയധികം പോപ്പുലറാണല്ലേ. ഏത് കാര്യം സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടാണ് ആൾക്കാർ വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ തയ്ക്കണ നല്ല നല്ല വസ്ത്രങ്ങളുടെ ചിത്രങ്ങൾ ചെറിയ ചെറിയ വീഡിയോകളും റീൽസ് ഷോർട്സൊക്കെ ആക്കിയിട്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ദൂരത്തുനിന്ന് വരെ ആൾക്കാർ ഓർഡർ കിട്ടും. നമ്മൾ ചെയ്തിരിക്കുന്ന ഡിസൈനിങ്ങും ഫാഷൻ ഡിസൈനിങ്ങിൽ കണ്ട് നമ്മൾ ദൂര സ്ഥലത്ത് നിന്ന് നമ്മളെ പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ കണ്ട് ദൂര സ്ഥലത്ത് നിന്ന് ആൾക്കാർ ഓർഡർ വരും. ആ ഓർഡർ തന്നാൽ കൊറിയറായിട്ട് ഒരു തുണി അയച്ച് കൊറിയറായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷം തിരിച്ചയച്ചു കൊടുക്കുക. ഈ ഓൺലൈൻ ടൈലറിങ് ഇപ്പോൾ അത് വളരെയധികം വ്യാപകമാണ്. ഞാനൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. നമുക്ക് അടുത്തുനിന്ന് വരുന്ന വർക്കുകൾക്കൊരു പരിധി ഉണ്ടാവും, ഓല എത്ര എടുക്കണം. പക്ഷെ പുറത്തുനിന്നുള്ള വർക്കുകൾ നമുക്ക് വരാൻ തുടങ്ങിയാൽ അത് ഭയങ്കരമായിട്ട് നമ്മൾ വിചാരിച്ചതിലേറെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരും. കാരണം അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സംഗതി അതാണ്. കാരണം അത് ഭയങ്കര പോപ്പുലറാണ്. ഇപ്പം നമ്മൾ ഏതൊരു ഡ്രസ്സ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ചെറിയൊരു റീലെങ്കിലും അത് നല്ല ക്ലാരിറ്റിയോട് കൂടി ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ അപ്ലോഡ് ചെയ്യാം. മൂന്നാമത്തേത് വരുന്നത് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ നിർമ്മിച്ച് നൽകുക. റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആൾക്കാർ കിട്ടുന്ന ഓർഡറിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു കയറരുത്. നമ്മൾ ചെറിയ കുട്ടികളെ വസ്ത്രങ്ങൾ നമ്മൾ തയ്ച്ചേക്കുക. അതേപോലെ നൈറ്റി അതൊക്കെ സ്ഥിരമായിട്ട് പോണതാണ്. ഈ ഫ്രോക്കുകൾ കുട്ടികളെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് തയ്ച്ച് വെച്ചിട്ട് സ്വന്തമായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൊക്കെ അതിൻ്റെ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ഇട്ടാൽ നമുക്ക് ഓർഡറുകൾ വരും. അതേപോലെ തന്നെ അടുത്തുള്ള ലോക്കലായിട്ടുള്ള കടകൾ ഉണ്ടാവുമല്ലോ, ചെറിയ ചെറിയ റീറ്റെയിൽ ഷോപ്പുകൾ, അങ്ങനത്തെ ഷോപ്പുകളിലൊക്കെ കൊണ്ടുപോയി എടുത്തിട്ടൊക്കെ അത് വിൽക്കാനും കാര്യങ്ങൾക്കൊക്കെ നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയും. 4മതായിട്ട് വരുന്നത് തയ്യൽ ക്ലാസ്സുകൾ എടുക്കുക. ടീച്ചിങ് ആൻഡ് ടൈലറിങ് നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായി സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ സൂമായിട്ടോ വാട്സപ്പായിട്ടോ വഴിയൊക്കെ ക്ലാസ്സുകൾ എടുത്തു കൊടുത്താൽ ഇതൊരു സ്ഥിര വരുമാനത്തിനുള്ള ഒരു മാർഗ്ഗമാണ്. കാരണം ഒരു വട്ടം ഓൺലൈനിലൊക്കെ പറഞ്ഞാൽ സ്റ്റിച്ചിങ് പഠിക്കാൻ ഒരു വട്ടം നമ്മൾ കഷ്ടപ്പെട്ടാൽ മതി ആ ഒരു വീഡിയോ സെറ്റ് ചെയ്തെടുക്കാൻ എല്ലാ കാര്യങ്ങളോടും കൂടിയിട്ട്. അതിന് ശേഷം പിന്നെ നമുക്കൊരു പണിയില്ല. ആ വീഡിയോസ് ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ഡൗട്ടോ കാര്യങ്ങളോ തീർത്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി നമ്മളെ സ്റ്റുഡൻസിൻ്റെ. അത് നല്ലൊരു സ്ഥിര വരുമാന മാർഗ്ഗമാണ്. അടുത്ത വരുന്നത് കസ്റ്റമർ സർവീസ് ആൻഡ് ഫിറ്റിങ്സ്. ഈ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടല്ലോ, പറയുന്ന സമയത്ത് കൃത്യസമയത്ത് ആ ഡ്രസ്സ് തയ്ച്ച് കൊടുക്കാൻ നോക്കുക. അതേപോലെ തന്നെ ഫിറ്റിങ്സ് കൃത്യമായിരിക്കണം. ഒരാൾക്ക് നമ്മൾ തയ്ച്ചു കൊടുത്ത ഡ്രസ്സ് കറക്റ്റ് ഫിറ്റാണെന്നുണ്ടെങ്കിൽ ഓലത് ചെന്നിട്ടൊരു 10 ആളോട് പറയും. അപ്പോൾ നമുക്കൊരു മൗത്ത് പബ്ലിസിറ്റി കിട്ടി. അങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മൾ പരസ്യപ്പെടുത്തുന്നതിലേറെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഒരു ഡ്രസ്സ് മറ്റൊരാൾ പരസ്യപ്പെടുത്തുമ്പോൾ അത് അതിലേറെ അടിപൊളിയായിരിക്കും. കാരണം ഓലെടുത്തു നിന്നാണ് തയ്ച്ച് ഒരാളൊരു ഡ്രസ്സ് ഇട്ടുമ്പോൾ തൊടനെ തയ്ച്ചെന്ന് ചോദിക്കുമ്പോൾ ഓലെടുത്തു നിന്നാണെന്ന് പറയുമ്പോൾ ആ ഒരു കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് അടുത്ത ആളും നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ കസ്റ്റമർ കൂടി വരാനുള്ള ഒരു മാർഗ്ഗമായിട്ട് മാറും. അപ്പം ഞാനും മടിച്ച് നിൽക്കണ്ട കേട്ടോ. കയ്യിലൊരു തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെറിയ രീതിയിൽ തുടങ്ങാൻ നോക്കിക്കോളിട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ വീട്ടിലിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരികൾക്കോ ബന്ധുക്കൾക്കോ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ കൂടുതൽ ബിസിനസ് ഐഡിയകളുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഇനി എന്ത് തരത്തിലുള്ള വീഡിയോ ആണ് നിങ്ങൾ ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് തരാൻ ഞാൻ എന്ത് തരത്തിൽ തരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബായ്, അടുത്ത വീഡിയോയിൽ കാണാം.